Hello guys, welcome back to my YouTube channel. I'm Feba and you're watching my channel. Hey, it's Faith. സോ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഒരു സാറ്റർഡേ ഔട്ടിംഗ് വീഡിയോ ആണ്. സോ ഗൈസ് ഞാൻ നാട്ടിൽ പോയി വന്നതിന് ശേഷം അങ്ങനെ ഔട്ടിങ്ങിനൊന്നും കാര്യമായിട്ട് വെളിയിലോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഭാരതീയമാളിലൊക്കെ പോയി കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് വരാമെന്ന്. ഉച്ചയ്ക്ക് കോളേജിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഔട്ടിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇപ്പം എന്താണെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണല്ലോ, ഭയങ്കര വെയിലാണ്, നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റാത്ത അത്രയും വെയിലും ചൂടുമാണ്. സോ അതുകൊണ്ട് ഞങ്ങൾ ഊബർ വിളിച്ചായിരുന്നു പോയത്. അത് മാത്രമല്ല ഞങ്ങളുടെ കോളേജിൻ്റെ ഫ്രണ്ടിലുള്ള റോഡൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ വളരെ മോശമായിട്ട് കിടക്കുന്ന ഒരവസ്ഥയായിരുന്നു. സോ അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഊബർ വിളിച്ച് പോകാമെന്ന്. നമ്മൾ ഭാരതീയയുടെ ഉള്ളിൽ കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അതെ, കുറച്ചല്ല, വളരെ കുറച്ച് അധികം ഒന്ന് ഇവിടുന്ന് കയറി കുറച്ചധികം സാധനങ്ങൾ നമ്മൾ വാങ്ങണമെങ്കിൽ നമ്മൾ അത്രയും കോടീശ്വരന്മാരൊക്കെ ആകണം. അതുകൊണ്ട് അതെനിക്ക് ഇങ്ങനത്തെ വലിയ ബിൽഡിങ് കാണുമ്പോഴേ ആ മേളത്തെ ബിൽഡിങ്ങിൽ നിന്ന് എടുത്ത് ചാടാൻ തോന്നും. യൂസിങ് പാരച്യൂട്ട് കേട്ടോ, സൂയിസൈഡ് ഒന്നുമല്ല, പാരച്യൂട്ട് യൂസ് ചെയ്ത് താഴോട്ട്. അങ്ങനെ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ കുറച്ച് കഥയും കാര്യമൊക്കെ പറഞ്ഞ് ഭാരതീയമാളിൻ്റെ ഉള്ളിലോട്ട് കയറിയപ്പോൾ തന്നെ ഭയങ്കര ആശ്വാസമായിരുന്നു, നല്ല തണുപ്പുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ നേരെ ചെന്ന് കയറിയത് വാഷ്റൂമിലാണ്. കാരണം മിറർ കണ്ടാൽ നമുക്ക് മിറർ സെൽഫി എടുക്കാതെ പോകുന്ന പെൺപിള്ളേരുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ വാഷ്റൂമിൽ കയറി. അപ്പോൾ ഞാൻ വെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ക്രീം ബീച്ച് കളറിലൊക്കെ ഉള്ള ഒരു പാൻറ്റും പിന്നെ ഒരു ബ്ലാക്ക് കളർ ഷർട്ടും ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നു മിനിസോയിലോട്ടായിരുന്നു. എനിക്ക് മിനിസോ കണ്ടപ്പോൾ തന്നെ, നിങ്ങൾക്ക് എൻ്റെ ബാക്ക് സ്റ്റോറിയൊക്കെ അറിയാമല്ലോ, മിനിസോ ശാപമുള്ള ഒരു കുട്ടിയാണ് ഞാൻ. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ സ്ഥിരം കാണുന്നവർക്ക് മനസ്സിലാവും. അതായത് മിനിസോയിൽ നിന്ന് എന്തൊക്കെ വാങ്ങിച്ചാലും എനിക്ക് നേരെ ചൊവ്വേ അൺബോക്സിങ് ചെയ്യാനോ വീഡിയോ എടുക്കാനോ പറ്റാറില്ല. ഞാൻ കോളേജിൽ കൊണ്ടുവന്ന എൻ്റെ പെൻസിൽ കേസ്, അതായത് പൗച്ച് ചെറുതായിട്ടൊന്ന് സിബ് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതിന് പറ്റിയ ഒരു പൗച്ച് വാങ്ങാം എന്ന് വിചാരിച്ച് കയറിയതാണ്. പക്ഷേ ഒടുക്കത്തെ വിലയാണ് ഗൈസ്. അത് പിന്നെ മിനിസോ എന്ന് പറയുമ്പോഴേ നമ്മൾ വിചാരിക്കണം ഒരു 500 അല്ലെ ഒരു 449 രൂപ അല്ലെ 499 രൂപയിൽ താഴെ ഒരു സാധനം അങ്ങനെ കിട്ടാറില്ല. പിന്നെ 99 റുപ്പീസിന് ഞാൻ ആകെയും പോകാൻ കണ്ടത് സ്റ്റിക്കി നോട്ട് മാത്രമാണ്. അങ്ങനെ അവിടെ നമ്മൾ പൗച്ചൊന്നും വാങ്ങാതെ തിരിച്ച് വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴാണ് അവിടെ നിറയെ ആനിമി ടോയ്സ് ഇരിക്കുന്നത് കണ്ടു. ആനിമീസ് എന്നാണ് പറയുന്നത്. ആനിമീസും അവെഞ്ചേഴ്സും അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ടോയ്സ് ഇരിക്കുന്ന കണ്ടു. ടോയ്സ് എന്ന് നമുക്ക് കംപ്ലീറ്റ്ലി പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റത്തില്ല. ലൈക്ക് സ്റ്റാച്ചു, പിന്നെ കീ ചെയിൻസ്, സ്പിന്നേഴ്സ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിരുന്നു. എൻ്റെ വീട്ടിൽ വലിയൊരു ഹ്യൂജ് ആനിമി ഫാനുണ്ട്. ആ പുള്ളിക്കാരന് ഈ മാർവൽസ് അങ്ങനത്തെ ടൈപ്പ് സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വിചാരിച്ചു എൻ്റെ ബ്രദറിന് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാമെന്ന്. ഇതിൽ എന്തൊക്കെ സാധനങ്ങൾ വേണം എന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ ഫസ്റ്റ് പറഞ്ഞ പേര് കട്ടാണ എന്നാണ്. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഹ്യൂജ് ആനിമി ഫാൻ ആണെങ്കിൽ എന്നോട് ക്ഷമിക്കണം, എനിക്ക് ഈ സാധനത്തിന്റെ പേരൊന്നും അറിഞ്ഞൂടാ. പക്ഷേ എനിക്ക് ഈ സാധനങ്ങളൊക്കെ കാണുമ്പോൾ അറിയാം ഇത് ആനിമി ക്യാരക്ടറാണ്, ഇതാണ് പേര്, അങ്ങനത്തെ അറിയാം. കുറച്ച് കാര്യങ്ങൾ മാത്രമേ, അത്രയും വലുതായിട്ടൊന്നും അറിയത്തില്ല. ആൻഡ് ഈ കട്ടാനയുടെ സംഭവം എനിക്ക് അത്ര കാര്യമായിട്ട് അറിയത്തില്ല. ഇതിനൊക്കെ ഓരോ പേരുണ്ട്, ഇത് ആരൊക്കെയോ യൂസ് ചെയ്യണ ടൈപ്പ് കട്ടാനാസ് ആണ് എന്നൊക്കെ പറഞ്ഞു. എന്തോ ഇച്ചി മുള്ളിന്നോ ഇച്ചി മൂഞ്ചിന്നോ അങ്ങനത്തെ എന്തൊക്കെയോ പറഞ്ഞു തന്നു. ബട്ട് എനിക്കൊന്നും മനസ്സിലായില്ല. സംഭവം ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ഫൈനലി കുറേ നേരത്തെ സെലക്ടിങ്ങിന് ശേഷം നല്ല പറ്റിയൊരു കട്ടാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു സംഭവം. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 350 റുപ്പീസ് ആയിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് തിരിഞ്ഞപ്പോഴാണ് ഇതാ നിറയെ ഒരു ഫ്ലവർ ബൊക്കേസ് ഒക്കെ ഉള്ള ഒരു ഷോപ്പൊക്കെ കണ്ടു. അങ്ങനെ അതൊക്കെ കണ്ട് കുറേ നേരം അതുവഴിയൊക്കെ ചുമ്മാ നടക്കുകയിരിക്കുകയൊക്കെ ചെയ്തു. നമ്മളൊരു ദിവസം ഈ പീറ്റർ ഇംഗ്ലണ്ടിൻ്റെ ഇവിടുന്ന് കോട്ടൊക്കെ എൻ്റെ ബ്രദറിന് ഞാൻ പർച്ചേസ് ചെയ്ത് കൊടുക്കുന്നതാ. ഇവിടുന്ന് നോക്കിക്കോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്രോസ് വൈഡ് എന്ന് പറയുന്നൊരു ബുക്ക് ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു. എനിക്ക് കുറച്ച് പൗച്ചസ് ഒക്കെ നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അവിടെ കയറിയപ്പോൾ എന്താ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു നല്ല നോട്ട് ബുക്സ്, നോട്ട് പാഡ് പോലത്തെ ഐറ്റംസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് പൗച്ച് ഒക്കെ, ഇവിടെ കുറേ പൗച്ച് കളക്ഷൻസ് ഉണ്ട്. ഇതിൻ്റെ ഒന്നും വിലയൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഇത് നോക്കിയപ്പോൾ ഞാൻ 1000 സംതിങ്, അത്രയും വില ഇവിടെ ഇപ്പോഴുള്ള പൗച്ചസിൻ്റെ ആവശ്യമൊന്നും ഇപ്പോൾ സ്റ്റിൽ എനിക്കില്ല. പിന്നെ ഇത്രയുള്ള സാധനമൊക്കെ എനിക്ക് പണ്ട് പപ്പ സൗദിയിൽ നിന്ന് കൊണ്ട് തന്നിട്ടുണ്ട്, ഇതുപോലത്തെ കുറേ പൗച്ചസൊക്കെ. ബുക്ക് മാർക്ക്, മെറ്റൽ ബുക്ക് മാർക്ക് കുറേ ഉണ്ട് കേട്ടോ. പുലി, ദേവി, ടെമ്പിൾ, ഇതാണ്ട താമര, അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ കീ ചെയിൻ, ഫ്ലൈറ്റിൻ്റെ ഇതെന്താണ് സംതിങ് എന്ന് തോന്നാറില്ല. തുമ്പി, ഗൗ, അങ്ങനെ ഇങ്ങനെയൊക്കെ എന്തൊക്കെയോ ഉണ്ട്. കുറേ ബുക്ക് മാർക്സ് ഉണ്ട് കേട്ടോ. ഹാരി പോട്ടർ, എവിടെ നോക്കിയാലും ഒരു ഹാരി പോട്ടർ മയം ഫുൾ. കണ്ടോ, നമ്മുടെ മറ്റേ ജാപ്പനീസ് സ്റ്റൈലിലൊക്കെ കാണുമല്ലേ ആ ഒരു സാധനം ഇവിടെ സെറ്റ്. ഇവിടെ ഒരു പിങ്കിഷ് പൂ വരികണ ഒരു ടൈം ഉണ്ടല്ലോ, ഫ്ലവർ വരുന്ന ടൈം. അപ്പോൾ ചെറി ബ്ലോസം നടന്ന സമയത്ത് അതിൻ്റെ ആ ഒരു സീസണായ ടൈമിൽ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന 2
ട്രീ ആയിരുന്നു ഇതല്ല, അപ്പുറത്തൊരു ട്രീ ആണ്. പക്ഷേ ആ ട്രീയും ഈ ട്രീയും സെയിം തന്നെയാണ്, സെയിം ഫ്ലവർ. ഇപ്പോൾ ഇത് കണ്ടോ, ഫ്ലവർ ഒന്നും ഇല്ല, ബിക്കോസ് ആ സീസൺ കഴിഞ്ഞു, അതുകൊണ്ട് ഫ്ലവേഴ്സ് ഒന്നും ഇല്ല. ആ സമയത്ത് ഇവിടെ ഫുൾ പിങ്കിഷ് കളറായിരുന്നു. ഈ സാധനം ഇവിടുന്ന് അവിടെ വരെയും പിങ്ക് കളർ തന്നെ, എവിടെ നോക്കിയാലും ഒരു പിങ്ക് മയമായിരുന്നു. ആൻഡ് ഞാൻ ഫസ്റ്റ് ഇയറിൽ വന്ന സമയത്ത് ഇതാ ഈ ഒരു ബിൽഡിംഗ് ഒന്നും ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ. ഈ ബിൽഡിംഗ് ഒന്നും പണിതിട്ടില്ലായിരുന്നു. ഞാൻ ഫസ്റ്റ് ഇയറിൽ വന്ന സമയത്ത് ഭാരതിയാമല ഞാൻ വരുന്ന സമയത്ത് ഇങ്ങനത്തെ ഒന്നും ഒരു ബിൽഡിങ്ങേ ഇല്ല. എനിക്ക് തോന്നുന്നു ഈ ബിൽഡിംഗ് ഒക്കെ ഉണ്ട്, അവിടെയൊക്കെ ഉണ്ട്, പക്ഷേ ഇതില്ല. ഇത് ഈ ഇടയ്ക്ക് പണിതയാണ്, ഒരു വർഷം എങ്ങാണ്ട് ആയിട്ടുണ്ട് കേട്ടോ. അതാ ഈ മരത്തേലും ഒരു പിങ്ക് പൂവുണ്ട്, അതുകൊണ്ട് ഇവിടെ എന്ത് സമാധാനം. കുറച്ച് റീലും വീഡിയോയും പോസ്റ്റും ഒക്കെ എടുക്കാനുണ്ടെന്ന്. അപ്പോൾ ഞാൻ അതുകൊണ്ട് ആ ഒരു ഏരിയയിൽ അവിടെ നിന്ന് കുറച്ച് റീലെന്നൊക്കെ പറയാം, കുറച്ച് വീഡിയോയും ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ട്. വളരെ കുറച്ച്, ഒരുപാടൊന്നും ഇല്ല, ഇത്ര എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതിനുശേഷം ഞങ്ങൾ നേരെ തിരിച്ച് ഹോസ്റ്റലിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. കാരണം ഒരുപാട് നേരം നമ്മളവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. തിരിച്ച് നമ്മൾ ഊബറിനൊന്നും അല്ല പോയത്, നടന്ന് തന്നെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഉച്ചയ്ക്ക് കോളേജിൽ നിന്നുള്ള ലഞ്ചൊന്നും നല്ല രീതിയിൽ കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവളാണെങ്കിൽ ഫുഡും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാനാണെങ്കിൽ എനിക്ക് വയ്യാത്തതുകൊണ്ട് കഞ്ഞി മാത്രമായിരുന്നു കുടിച്ചിട്ട് ഇറങ്ങിയത്. അപ്പോൾ നമുക്ക് നല്ല വിശപ്പുള്ളതുകൊണ്ട് തിരിച്ചു വരുന്ന വഴിക്ക് നമ്മൾ മക്ഡൊണാൾഡ്സ് കയറിയിട്ടുണ്ടായിരുന്നത്. നല്ല വിശപ്പുള്ളതുകൊണ്ട് തന്നെ ഞാൻ കഴിക്കുന്നതിലായിരുന്നു ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വീഡിയോ എടുക്കുന്നതിലൊന്നും ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഏത് ആംഗിളിൽ വെച്ചാണ് ഞാൻ വീഡിയോ എടുത്തതെന്ന് പോലും എനിക്ക് ഇപ്പോൾ എഡിറ്റ് ചെയ്തപ്പോഴാണ് ഓർമ്മ. അങ്ങനെ അതൊക്കെ കഴിച്ച് തിരിച്ച് കോളേജിൽ നടന്നെത്തിയപ്പോഴത്തേനും പിന്നെ ദാഹിച്ചിട്ടുണ്ടായിരുന്നു. സോ ഞാൻ കഫേയിൽ നിന്ന് ഒരു സോഡ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഓൾറെഡി എൻ്റെ ഫ്രണ്ടിന് വാങ്ങാൻ വേണ്ടിയിട്ട് കയറി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഞാനും കൂടെ ഒരെണ്ണം വാങ്ങിച്ച് കുടിക്കാമെന്ന്. ഞങ്ങളുടെ കോളേജിൻ്റെ പുറത്ത് തന്നെ ഞങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് ചെറിയൊരു സ്റ്റോർ ഉണ്ട്. അവിടെ ഇങ്ങനെ ഉപ്പിലിട്ട ഐറ്റംസ് ഒക്കെ നമുക്ക് വാങ്ങി കഴിക്കാൻ കിട്ടുക. പെട്ടെന്ന് അത് കണ്ടപ്പോൾ ഉപ്പിലിട്ട ഐറ്റംസ് കഴിക്കാൻ കൊതിയായിട്ട് ഞാൻ കുറച്ച് മാങ്ങയും അതേപോലെ തന്നെ നെല്ലിക്കയൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നേ. തിരിച്ച് റൂമിലൊക്കെ വന്ന് ഒരു ഗോലി സോഡ ഒക്കെ കുടിച്ചോണ്ടിരുന്നപ്പോഴാണ് എനിക്കൊരു കോള് വന്നത്. വേറെ ഒന്നല്ല, മീഷോയിൽ ഞാൻ കുറച്ച് സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അങ്ങനെ ആ പാഴ്സലും വാങ്ങിയിട്ട് നമ്മൾ തിരിച്ച് വന്നിട്ട് ആ പാഴ്സലിലുള്ള സാധനങ്ങൾ അൺബോക്സിങ്ങും അതേപോലെ തന്നെ അത് റെഡിയാക്കുന്ന പരിപാടിയിലോട്ടൊക്കെ സംഭവം വേറെ ഒന്നല്ല, എൻ്റെ റൂം ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് കാര്യങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ ഞാൻ എൻ്റെ ചാനലിൽ സെപ്പറേറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും കാണാത്തവരായിട്ടുണ്ടെങ്കിൽ എന്തായാലും ആ വീഡിയോ പോയി കാണണം. അപ്പോൾ ഗൈസ്, ഇങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ ഒരു സാറ്റർഡേ ഔട്ടിംഗ് വ്ളോഗ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പോൾ ഓക്കെ, ലവ് യു ആൻഡ് ബൈ.